സേതു, അതായത് നിങ്ങളെല്ലാവരും പങ്കെടുത്ത മത്സരത്തെക്കുറിച്ച് വേദികളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ പണ്ട് മത്സരിച്ചിരുന്ന അല്ലെങ്കിൽ ഞാൻ പങ്കെടുത്തിരുന്ന വേദിയിലാണ് കൃത്യമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കാം നമുക്ക്. അതെ 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 നമ്മൾക്ക് ഇത്തരം മത്സരങ്ങളാണല്ലോ പണ്ട് മുതലേ താല്പര്യമുള്ളത്. ആ കൃത്യം ആ വേദിയിൽ തന്നെ നിങ്ങളൊക്കെ എത്തിച്ചു തന്നു എന്നുള്ള ഒരു സന്തോഷമുണ്ട് അല്ലേ? ആ വേദിയിൽ വിധി നിർണയിക്കുന്ന ആളാണ് പഴയടം. എങ്ങനെയുണ്ട്? തകർക്കുത്തണ അടിപൊളിയല്ലേ? രാവിലെ പുട്ടും കടലയുമാണ്. വേറെ എന്ത് മാജിക് ആണ് ഒളിച്ചു വെച്ചേക്കുന്നത്? ഓരോ ദിവസം ഓരോ മാജിക് ആണെന്ന് പറയുന്നത്. എന്ത് മാജിക് ഒന്നും ഇല്ല, ഇത് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കാറുള്ളതല്ലേ. ഓരോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു വിഭവങ്ങളിൽ. നോക്കാം. താരങ്ങൾ കുട്ടികൾ കുറെ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് കളക്ഷനായിട്ട്. അപ്പൊ അത് വെച്ച് ചെയ്യാവുന്ന പരമാവധി നമുക്ക് ചെയ്യാം. അത് നോക്കാം, ചെയ്യാൻ പറ്റൂല്ലേ? എന്തായാലും എല്ലാവരും ഇവിടെ നിന്ന് സന്തോഷത്തോടു കൂടിയേ മടങ്ങുള്ളൂ. ആ ഉറപ്പ് കൊടുക്കാൻ പറ്റും. അത് കൊടുക്കാൻ പറ്റും. അത് തന്നെയാണ് എന്തായാലും പഴയടത്തിന്റെ ഉറപ്പാണിത്. എല്ലാവരും സന്തോഷത്തോടുകൂടിയേ മടങ്ങുള്ളൂ. കാരണം 40,000-ഓളം പേരാണ് ഒരു ദിവസം തന്നെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നത്. നമ്മളോടൊപ്പം MLA കൂടി ചേരുകയാണ്. MLA, എന്തുണ്ട്, എങ്ങനെയുണ്ട്? ഇവിടെ മേയറായിരുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ ഹൃദയസ്പന്ദനം മുഴുവൻ അറിയാം. ഈ ഭക്ഷണത്തിലും അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ? അതെ, ഞാൻ ആദ്യം മേയറായ സമയത്ത് 2 മാസത്തിനകത്തായിരുന്നു കലോത്സവം. അതിനുശേഷം 10 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ MLA ആയപ്പോഴാണ് അടുത്ത കലോത്സവം വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സന്തോഷം കൂടിയുണ്ട്. അന്ന് മേയറായിട്ട് ആദ്യത്തെ ചുമതല സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന്റെ നടത്തിപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം കൂടിയുണ്ട്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞു. എന്റെ ചുമതല അക്കോമഡേഷൻ കമ്മിറ്റിയുടെ ചുമതലയാണ്. ഭക്ഷണം ശ്രീ കടമ്പള്ളി സുരേന്ദ്രൻ MLA അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. എന്തായാലും അക്കോമഡേഷന്റെ ഭാഗമായിട്ടുള്ള കുഞ്ഞുങ്ങളെല്ലാം ഇന്നലെ രാത്രി തന്നെ 26-ലധികം സ്കൂളുകളിലായിട്ട് താമസമായിട്ടുണ്ട്. ഇനി അവരെ രാവിലെ ഇവിടെ എത്തിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. 10 മണിക്കാണ് ഉദ്ഘാടന പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വളരെ മനോഹരമായി തന്നെ ഇതിന്റെ സംഘാടന ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 19-ലധികം സംഘാടക സമിതിയുടെ ഭാഗമായിട്ടുള്ള കമ്മിറ്റികൾ വിവിധ MLA-മാരുടെയും മേയറുടെയും ഒക്കെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുകയാണ്. ആ കമ്മിറ്റിയാണ് ഇതിന്റെ വിജയകരമായിട്ടുള്ള മുന്നോട്ട് പോക്കിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം മുമ്പത്തെക്കാലം വളരെ നല്ല വൈബാണ് തിരുവനന്തപുരത്തുള്ളത്. ഇപ്പോൾ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. 7-ാം തീയതി മുതൽ ബുക്ക് ഫെസ്റ്റിവൽ ആരംഭിക്കുന്നു. അപ്പോൾ വരുന്ന കുട്ടികൾക്ക് ഇതെല്ലാം ആസ്വദിക്കാനുള്ള അവസരം കൂടി. ആരും മടുക്കേണ്ടി വരില്ല. തിരുവനന്തപുരത്ത് കറങ്ങി നടന്ന് മുഴുവൻ സ്ഥലങ്ങളും കാണാൻ പറ്റും. അതിനുള്ള പശ്ചാത്തല സൗകര്യമുണ്ട്. ഡബിൾ ഡെക്കർ ബസ്സുകളടക്കം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അടിച്ചു പൊളിച്ച് തിരുവനന്തപുരത്ത് മുന്നോട്ട് പോവാം. അതാണ് ഇന്നത്തെ പ്രത്യേകത. അത് തന്നെയാണ് അദ്ദേഹം പറയുന്ന പോലെ തിരുവനന്തപുരം കാണാൻ മാത്രം ഉണ്ട് സേതുതാ. ഇപ്പോ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ കാര്യത്തിലേക്ക് വരാല്ല. പച്ചക്കറിയും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ സെറ്റാക്കി വെച്ചേക്കണം. ഇനി വന്നൊന്ന് കഴിച്ചാൽ മാത്രം മതി. ഇതൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമാണ്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറല്ല, ആ സാമ്പാർ കഴിക്കാൻ വേണ്ടി തന്നെ തിളച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദാ കാണ്, ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് റെഡിയായി വരാൻ നേരത്താണ്. ഉച്ചയോടുകൂടി മത്സരം ആരംഭിക്കും. എന്തായാലും രാവിലെ 9 മണിയോടുകൂടി 7:45 ഇതിൽ വിളമ്പും. ഭക്ഷണം ആദ്യം കൊടുത്തു തുടങ്ങും. പുട്ടും കടലയാണ്. സേതു പറഞ്ഞതുപോലെ തന്നെ ഇന്ന് പുട്ടും കടലയാണ്. പുട്ടും കടല രാവിലെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ കഴിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഭക്ഷണങ്ങളിൽ ഒന്നാണ് പുട്ടും കടല. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം ഊറുന്നുണ്ട്. കൂടെയുള്ള അതെ സഹിൻ ചേട്ടാ, വേറൊരു കാര്യം നിങ്ങൾ ഈ തിരുവനന്തപുരത്ത് വന്നിട്ട് സേതു ദേ ഈ സാമ്പാർ ദേ കടലക്കറി തിളക്കണേണ് അങ്ങനൊന്നും പറയരുത്. ഇനിയിപ്പോ വന്നതേ എന്തര് അതിൽ നിൽക്കണം കേട്ടോ, അതീ പിടിക്കണം. അതൊന്നും നടപടിയാകുന്ന കാര്യമില്ല സേതു. കാരണം യന്ത്രം പറയാൻ ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പിടിക്കാൻ നടക്കുന്നില്ല. എന്തായാലും ഈ ഇവിടുത്തെ നാട്ടുകാർ പറയാനുണ്ടല്ലോ അതിലേ. പക്ഷെ ഇത് കാണുന്നത് സേതു അവയിലൊക്കെ ഇങ്ങനെ ഇട്ട് ഞങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കണേ. ചേട്ടാ എല്ലാം സെറ്റായ ഭംഗിയായിട്ട് എല്ലാവരും കൂട്ടായ പ്രവർത്തനം കഴിച്ച് അർമാദിക്കും. തീർച്ചയായും അത് തന്നെയാണ്. ചേട്ടാ എത്ര നാളെ എപ്പോഴും വരാറുണ്ടോ? എത്ര നാളായി പഴയടത്തിന് കൂടെ കൂടിയിട്ട്? 30 വർഷമായി. എന്താ പേര് ചേട്ടൻ്റെ? വിജയൻ. അപ്പൊ ഈ വരുന്ന കുട്ടികൾക്കൊക്കെ ഭക്ഷണം ഒരുക്കുന്നത് വിജയൻ ചേട്ടനാ അല്ലേ? എവിടെ വീട് വിജയൻ ചേട്ടൻ്റെ? തിരുമേനിയുടെ വീടിന്റെ അടുത്ത് തന്നെ, കുറവിലങ്ങാടല്ലേ? വിജയൻ ചേട്ടാ, ഇത് എത്ര വിഭവം ഉണ്ടാവും ഇന്ന്? അവിയല്, സാമ്പാറ്, പുളിശ്ശേരി, പായസം, തോരൻ, അച്ചാറ് എല്ലാം സെറ്റായി കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞു.
അത് തന്നെയാണ് സേതു, എല്ലാം സെറ്റായി കഴിഞ്ഞു. ആ വിജയൻ ചേട്ടനൊക്കെ 30 വർഷമായി ഈ വരുന്ന എല്ലാ കലോത്സവങ്ങളും കൃത്യമായി കണ്ട് അതോടൊപ്പം അതിലൊക്കെ പങ്കെടുത്ത് കുട്ടികളെ പോലെ തന്നെ പങ്കെടുക്കുന്ന ആളുകളാണ്. ഇവർക്കും ഇതൊരു കോമ്പറ്റീഷൻ ആണല്ലോ. കാരണം മറ്റ് ആളുകൾ എത്തുമ്പോൾ 12 മണിയോടുകൂടി ആളുകൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എത്തുമ്പോൾ അത് കൃത്യമായി തന്നെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെയും വലിയ ഒരു പരാജയ ഫീലിംഗ് ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ ഭക്ഷണമൊക്കെ തയ്യാറാക്കി 1ാം സ്ഥാനത്ത് എത്തുക എന്നുള്ളത് തന്നെയായിരിക്കും. ഒപ്പം തന്നെ ഇതാ ഇനി ഇങ്ങടാണ് നമ്മൾ കാഴ്ചകൾ കാണേണ്ട. അരുൺ, ഇനി ആളുകളെ ഇരുത്തുന്ന സെറ്റപ്പ് ഒന്ന് കാണിച്ചു തന്നെയല്ലോ. ഇതാ മജീദ് മാഷ് വന്നേക്കണം. മജീദ് മാഷേ, നജീബ് മാഷെ എങ്ങനെയുണ്ട്? മാഷിനല്ലേ ഇവിടുത്തെ മുഴുവൻ ചുമതലേ? എങ്ങനെയുണ്ട് മാഷ്? എത്ര പേരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോ നമുക്ക് രാവിലെ ഒരു 5000 പേർക്ക് കാപ്പി കൊടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉച്ച സമയത്ത് ഏകദേശം 20,000-ഓളം പേർക്ക് ഭക്ഷണം വിതരണം ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ രാത്രി അത്താഴത്തോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വളരെ ഫലപ്രദമാണ്. ഏകദേശം 350-ഓളം അധ്യാപകരും മറ്റുള്ളവരും ഇതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് 10 കൗണ്ടറുകളായിട്ട് എല്ലാം സജ്ജീകരിച്ചിരിക്കുകയാണ്. എല്ലാവരും സെറ്റായിരിക്കുകയാണ്. ഇനി കുട്ടികളെത്തിയാൽ മതി. ഭക്ഷണം അങ്ങോട്ട് വിളമ്പിയ ഇനി രാവിലത്തെ ഇന്നത്തെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി 7:45 എത്തുന്നു. അദ്ദേഹം ഭക്ഷണം വിതരണത്തിന്റെ ഉദ്ഘാടനം നടത്തും. അതായത് ഒരു സമയത്ത് 5000-ത്തിലധികം ആളുകളെ ഇരുത്താൻ കഴിയും. 2000 പേരല്ലേ? അതായത് 200 പേരെ വെച്ചിരുത്താൻ പറ്റൂല്ലേ? 275 പേരുള്ള 15 റോ 12 റോ. ഓക്കെ. മാഷെ, ഒപ്പം തന്നെ എത്ര മണിവരെ ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെ ലഞ്ചൊക്കെ എത്ര സമയം? ഞങ്ങളിപ്പോ 7:30 മണി മുതൽ ഒരു 11 മണി വരെ ബ്രേക്ക്ഫാസ്റ്റും. ഇതൊക്കെ ഞാൻ ചോദിക്കുന്നത് എനിക്കും വന്ന് കഴിക്കാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും 11:30 മുതൽ 3:30 വരെ ഉച്ചഭക്ഷണവും രാത്രി 7 മണി മുതൽ 11 മണി വരെ അത്താഴവും. അപ്പൊ ആരും വൈകിയാലും വിഷമിക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് നമുക്ക് ഏത് സമയത്തും ഭക്ഷണം കൊടുക്കും. ഏത് സമയം ഭക്ഷണം കൊടുക്കും. അല്പം വൈകി പോയാലും എത്ര വൈകിയാലും കൊടുക്കും. ഇന്നലെ രാത്രി 11 മണി വരെ അത്താഴം കൊടുത്തു. എത്ര അധ്യാപകരെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്? 350 പേരാണ് ഒരു സമയം ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് ഈ കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നത്. പാഴ്സലുകൾ കൊടുക്കുന്നുണ്ട് അവിടെ? എനിക്ക് തോന്നുന്നു പാഴ്സൽ നമ്മുടെ ഫയർഫോഴ്സ്, പോലീസ്, പിന്നെ ഈ ലാൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട കുട്ടികൾ, അവർക്കൊന്നും വിവിധ വേദികളിൽ നിന്ന് ഇനി വന്ന് കഴിക്കാൻ അസൗകര്യമുള്ളവർ നമ്മുടെ അധ്യാപകരെ തന്നെ എത്തിച്ചു കൊടുക്കും. അതിനുവേണ്ടി പ്രത്യേക സംഘമുണ്ട്. ഇവിടെ അത് പാഴ്സൽ കൗണ്ടർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഓരോ സ്ഥലങ്ങളിൽ എത്തിക്കും. പക്ഷേ അതോടൊപ്പം തന്നെ ഇങ്ങനെ ഇത്രയധികം കുട്ടികൾ ഒരേ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇരുത്താൻ 2000 പേര് അല്ലെങ്കിൽ ഇതേ ഉള്ളല്ലോ. അപ്പോൾ അങ്ങനെ വല്ല ടൈമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടോ വരുന്നതിനൊന്നും? ഒരു സമയമില്ല. വരുന്ന എല്ലാവർക്കും അപ്പോഴും കഴിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും കൗണ്ടർ സജ്ജീകരിച്ചിരിക്കും. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഏകദേശം 5-6 കൗണ്ടർ നിറയുമ്പോൾ ആഹാരം കൊടുത്തു തുടങ്ങും. പക്ഷെ അത് മാറുമ്പോൾ തന്നെ എപ്പോഴും ഒരു 5-6 കൗണ്ടർ ഒഴിഞ്ഞു കിടക്കും. ആ നിലയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ്. നജീബ് മാഷ് മാത്രമല്ല, ഈ കാണുന്ന പോലെ മാഷിനൊപ്പം വലിയൊരു പട തന്നെയുണ്ട്. കാരണം ഈ ടീച്ചർമാരുടെ അധ്യാപകരുടെയൊക്കെ വലിയൊരു സംഘം എത്ര ദിവസം എല്ലാ ദിവസവും നിങ്ങളുടെ റിസപ്ഷൻ കമ്മിറ്റിയാണ്. റിസപ്ഷൻ കമ്മിറ്റി തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആളുകൾ എത്തിക്കണമല്ലോ. അപ്പം തന്നെ കടകംപള്ളിക്കാണ് ഇതിന്റെ ചാർജ് മുഴുവൻ. എങ്ങനെയുണ്ട്? സെക്രട്ടറി ഉണ്ട്. കണ്ടിരുന്നു. അതെ, എല്ലാ കാര്യങ്ങളും പറഞ്ഞ പോലെ കുട്ടികളെ കാത്തിരിക്കുകയാണ്. കുട്ടികൾ ഇങ്ങോട്ട് എത്തിയാൽ മതി. കുട്ടികളെ കാത്തിരിക്കുകയാണ്. എല്ലാ വിഭവങ്ങളെല്ലാം റെഡി. വളരെ ഹൈജീനിക് ആയിട്ട് എല്ലാ വിഭവങ്ങളും തയ്യാറാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കാം. ഉച്ചയ്ക്കുള്ള ഭക്ഷണം പോലും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം എല്ലാം റെഡിയാകും. ഉച്ചഭക്ഷണം ആരംഭിക്കും. അതെ. കുട്ടികളെല്ലാം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. കുട്ടികൾ വരുന്നില്ല, കാണുന്നില്ല. അത് തന്നെയാണ് സേതു ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളൊന്ന് എത്തിയാൽ മതി. ഇതായി വിളമ്പാനും അതിനൊക്കെയുള്ള ആളുകളെല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഭക്ഷണമൊക്കെ വളരെ വൃത്തിയായി വെച്ച് വൃത്തിയായി തന്നെ വിതരണം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പം തന്നെ അധ്യാപകരല്ലേ? എങ്ങനെയുണ്ട്? നിങ്ങളെ വലിയൊരു സംഘം ഉണ്ടോ ഇവിടെ? അതെ, നമ്മള് വലിയൊരു സംഘമുണ്ട്. നമ്മളെ നെടുമങ്ങാട് സബ് ജില്ലയിൽ നിന്നാണ്. അവിടെ നിന്ന് 20 പേര് രാവിലെ 6 മണിക്ക് നമ്മളെത്തി. ഓരോ സബ് ജില്ലയിൽ ഓരോ സബ് ജില്ലയിൽ നിന്നും 20 പേര് വീതം മിനിമം ഇപ്പോൾ നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. 20 അല്ല കൂടുതൽ എത്തിയിട്ടുണ്ട്. അതിനൊരു സമയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര മണിക്കൂറുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷിഫ്റ്റോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇത് ഞങ്ങളിൽ നിൽക്കുന്നവരെല്ലാം വോളണ്ടറി ആയിട്ട് നിൽക്കുന്നത് പോലെയാണ്. കാരണം നിങ്ങൾ അങ്ങനെ സമയം ഫിക്സ് ചെയ്തിട്ടില്ല. ഇതെപ്പോ തീരുമോ അതുവരെ അതായത് രാവിലെ 5:30 നമ്മളിവിടെ എത്തി രാത്രി വരെ ഭക്ഷണം കഴിയുന്നവരെ നമ്മളിവിടെ ഉണ്ടാവും. അതായത് രാവിലെ 5:30 എത്തി രാത്രി 11 മണിക്കാണ് ഭക്ഷണം കഴിയുന്നത്. 10-12 മണി വരെ ഇവർ നിൽക്കേണ്ടിയും വരും. ടീച്ചർമാരൊക്കെ എല്ലാവരും സെറ്റല്ലേ? അതെ, സെറ്റാണ്. മടിയൊന്നുമില്ല. ഇല്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ട്.
അതാണ് ചെയ്തത്. എല്ലാവരും സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കണം. ഈ കുട്ടികളൊക്കെ ഒന്ന് ഇങ്ങോട്ട് എത്തിയാൽ മാത്രം മതി. അത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ മാഷിന്റെ മുഖത്തെ ചിരിയൊക്കെ നോക്കിക്കണ്ടേ. മാഷ് എങ്ങനെയുണ്ട്? ഇങ്ങനെയാണോ പഠിപ്പിക്കുമ്പോഴും ചിരിച്ചുകൊണ്ടാണ്? അതെ അതെ സന്തോഷം. അതെ സന്തോഷമാണ്. സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. എത്തിയാൽ മതി. ഭക്ഷണം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിള്ളേര് എന്താ മാഷിന്റെ പേരെന്താ? പേര് അനിൽകുമാർ. അനിൽകുമാർ. എവിടെയാ? പാറശാല സബ് ജില്ലയാണ്. ഗവൺമെന്റ് UPS പൊഴിയൂർ. നിങ്ങൾ 20 പേര് വന്നിട്ടുണ്ട്. അതെ അതെ അതെ. അതെന്താ എല്ലാവരും ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കണം. ആളുകളൊക്കെ ഒന്ന് ഇങ്ങോട്ട് എത്തിയാൽ മതി. ഭക്ഷണമൊക്കെ ഇവിടെ തയ്യാറാക്കി ഇലയൊക്കെ റെഡിയാക്കി എല്ലാം റെഡിയാണ്. എല്ലാം തയ്യാറാണ്. കുട്ടികൾ ഇങ്ങോട്ട് എത്തിയാൽ മതി. കുട്ടികളെത്തിയാൽ മാത്രം മതി. വിളമ്പ് തുടങ്ങുമ്പോ തന്നെ അധ്യാപകരെല്ലാം തയ്യാറാണ്. KST ആണ് ഫുഡ് കമ്പനി. KST ആണല്ലോ. KSTയുടെ മുഴുവൻ അധ്യാപകരുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവരും സെറ്റ് അല്ലേ? അതെ അതെ എല്ലാവരും സെറ്റാണ്. എല്ലാവരും സെറ്റായിട്ട് തന്നെ നിൽക്കണതാ. അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞ് സ്കൗട്ടിന്റെ കുട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ മക്കളാടാ തയ്യാറല്ലടാ? എത്ര പേരുണ്ടോ നിങ്ങള്? നമ്മൾ 5 പേര്. 5 പേര്. അതേപോലെ തന്നെ എല്ലാ ഭാഗത്തും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? നിങ്ങൾക്ക് എന്താ ഇവിടെ ഡ്യൂട്ടി? നമുക്ക് എല്ലാവർക്കും ഭക്ഷണം വിളമ്പല് തന്നെയല്ലേ? അത് തന്നെയാണ് സേതു. എന്തായാലും പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടികളെല്ലാവരും തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ ഒന്ന് ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി. അതിനുവേണ്ടി കുട്ടികൾ ഇങ്ങോട്ടേക്ക് എത്തുക. ഇത് കാണുന്ന ആളുകൾ എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് വരിക. കാരണം ഈ ടീച്ചർമാരൊക്കെ തയ്യാറായിട്ട് ഇരിക്കണം. ഇവർക്കൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് വിളമ്പിയാൽ മതി. പരമാവധി ആളുകളുടെ വയറ് സഹിനാന്റണി, താങ്കൾക്ക് ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ? അതോ കലവറയിൽ തന്നെയാണോ? എന്താ സേതു? അല്ല മിസ്റ്റർ സഹിൻ ആന്റണിക്ക് ഈ ഭാഗത്തേക്ക് വന്ന് റിപ്പോർട്ടിങ്ങിന് വല്ല താല്പര്യമുണ്ടോ? അതോ കലവറയിൽ തന്നെ കൂടാനാണോ പ്ലാൻ? അല്ല സേതു, ഞാൻ സേതുവിനോട് ആദ്യമേ പറഞ്ഞിരുന്നു, ഞാൻ മത്സരിച്ച ഇനം അതിന്റെ കൃത്യവേദിയിലാണ് ഞാൻ എത്തിയേക്കുന്നത്. നമ്മൾക്ക് തീറ്റ മത്സരമായിരുന്നു. അതുകൊണ്ട് കൃത്യവേദിയിൽ മക്കൾക്ക് കഴിക്കാൻ വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്.